100ഓളം ഇടവകളിൽ നിന്നായി 1000ഓളം പാർട്ടിസിപ്പൻസും 200ലധികം ഡെലിഗേറ്റ്സും നിരവധി പുരോഹിതരും സന്യസ്തരും ഒന്നിക്കുന്ന മഹാസംഗമം ജെൻസി. 10 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കായി നടത്തപ്പെടുന്ന ഈ മഹാസംഗമം നിർമ്മലയുടെ മണ്ണിൽ കൊടിയേറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കോതമംഗലം രൂപത ചെറുപുഷ്പ മിഷണറി അണിയിച്ചൊരുക്കുന്ന ജെൻസി ടീൻ ഫെസ്റ്റിന് ഇവിടെ ഇന്ന് ആരംഭം കുറിച്ചു. കോതമംഗലം രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള 10ലും 11ലും 12ലും പഠിക്കുന്ന കുട്ടികളുടെ ഒരു മഹാസംഗമമാണ് ഈ ഒരു ജനറേഷൻ എംപവർമെൻറ്റ് ഇൻ ന്യൂനെസ് ആൻഡ് സീൽ എന്നുള്ള ഈ ജെൻസി ടീൻ കോൺഫറൻസ്. നമ്മുടെ കുട്ടികളെ നമ്മുടെ സഭയ്ക്കും ഒപ്പം തന്നെ നമ്മുടെ കുടുംബത്തിനും ഒപ്പം നമ്മുടെ രൂപതയ്ക്കൊക്കെ ഉപകരിക്കുന്നവരായി മാറ്റുക എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ് ഈ ഒരു പ്രോഗ്രാമിൽ. അതിന് ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുക. ഈ പ്രോഗ്രാം നമ്മൾ പല വെന്യൂകളിൽ കോതമംഗലം രൂപതയുടെ തന്നെ എഡ്യൂക്കേഷണൽ ഹബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നിർമ്മല കുന്നിലെ പല വെന്യൂകളിലാണ് ഈ ഒരു പ്രോഗ്രാം ഈ കുട്ടികളെ 10നും 11നും 12നും തിരിച്ച് ഓരോ സെഷനുകൾ നൽകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഇതിലെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓരോ സെഷനും കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അങ്ങനെ കുട്ടികളെ നമുക്ക് ശാക്തീകരിക്കാം. നമ്മുടെ കുട്ടികളെ നമുക്ക് നമ്മുടെ രൂപതയ്ക്ക് സഭയ്ക്കൊക്കെ ഉപകരിക്കുന്നവരാക്കി മാറ്റാൻ നമുക്ക് ഈ ഒരു ക്യാമ്പിലൂടെ സാധിക്കട്ടെ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ്. അതിന് ഒരുക്കമായിട്ടുള്ള പല സജ്ജീകരണങ്ങളിലൂടെ നടത്തിയിട്ടുണ്ട്. കോതമംഗലം രൂപതയെ വളരെ താല്പര്യത്തോടെ എല്ലാ വൈദികരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അങ്ങനെ പല പയസ് അസോസിയേഷനിലെ അതിൻ്റെ ആളുകൾ ഭാരവാഹികളൊക്കെ സജീവമായിട്ട് ഈ ഒരു ക്യാമ്പിന് നേതൃത്വം നൽകുന്നുണ്ട്. വാനിൽ മിന്നും നക്ഷത്രങ്ങൾ മഞ്ഞിൽ തെന്നിപ്പാറിയിടുന്നു, ജെൻസിക്കാലം ട്രെൻഡിൽ മുങ്ങുന്നു. വാനിൽ മിന്നും നക്ഷത്രങ്ങൾ മഞ്ഞിൽ തെന്നിപ്പാറിയിടുന്നു, ജെൻസിക്കാലം ട്രെൻഡിൽ മുങ്ങുന്നു. ജെൻസിയിൽ നിറസാന്നിധ്യമായി നിൽക്കുന്നത് നമ്മുടെ കോതമംഗലം രൂപതയിലെ സന്യസ്തരാണ്. ഈ കൂട്ടായ്മയിൽ വിവിധ സന്യാസ സമൂഹങ്ങൾ സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവരുടെ സന്യാസ സമൂഹത്തിന്റെ ചരിത്രവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും സേവനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സ്റ്റാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ജനുവരി 1 പാലായിൽ സ്ഥാപിതമായ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ ലക്ഷ്യവും ദൗത്യവും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടെ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയം വെളിപ്പെടുത്തിയ 12 വാഗ്ദാനങ്ങളും ഇവിടെ ഏറെ പ്രസക്തമാണ്. ഞങ്ങളുടെ സമൂഹ സ്ഥാപക പിതാവ് ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛനാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മനുഷ്യ മക്കളോടുള്ള ഈശോയുടെ ഏറ്റവും അഗാധമായ സ്നേഹത്തിൻ്റെ പ്രതിച്ഛായയാണ് ഈശോയുടെ തിരുഹൃദയം. കാൽവരിയിൽ മനുഷ്യ മക്കൾക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട് അവസാനത്തുള്ളി രക്തവും മനുഷ്യമക്കളുടെ പാപമോചനത്തിനായി നൽകിയ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്വന്തമാകുവാനായി ഈശോയാൽ വിളിക്കപ്പെട്ടവളാണ് ഓരോ തിരുഹൃദയ സന്യാസിനിയും. MSJ സന്യാസിനി സമൂഹത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ്റെ ഒരു അച്ഛൻ്റെ ജീവിതത്തെ ഒന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ സ്റ്റാൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കോതമംഗലം രൂപതയുടെ ഈ വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോതമംഗലം രൂപതയിലെ ആദ്യത്തെ ധന്യനാണ് ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ. 1888 സെപ്റ്റംബർ 10 ജനിച്ച് 1918 ഡിസംബർ 21 വൈദികനായി. തുടർന്ന് എറണാകുളം വികാരിയത്തിലെ ആദ്യത്തെ വേദപ്രചാര ഡയറക്ടറായിട്ട് സ്ഥാനമേറ്റ് അത് 61ാമത്തെ വയസ്സിൽ താൻ മരിക്കുന്നിടം വരെ അതിൻ്റെ വേദപ്രചാര ഡയറക്ടറായി നേതൃത്വം വഹിച്ചുകൊണ്ട്
എറണാകുളം രൂപതയുടെ കിഴക്കൻ മലയോര പ്രദേശമായ കോതമംഗലം കേന്ദ്രീകരിച്ച് ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ തൻ്റെ ജീവിതം മുഴുവനും കാഴ്ചവെച്ചു. അച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ധർമ്മഗിരിയാകുന്ന കുന്നിൻ മുകളിൽ നിന്ന് സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഒഴുകിയിറങ്ങണമെന്ന അച്ഛൻ്റെ സ്വപ്നം ഓരോ MSJയിലൂടെയും അവരോരോ കുന്നുകളായി സ്വയം കണ്ടെത്തിക്കൊണ്ട് ആ കുന്നിൽ നിന്ന് സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ എവിടെയൊക്കെ ചെന്നെത്തുന്നുവോ അവിടെയൊക്കെ പകർന്നു കൊടുത്തുകൊണ്ട് MSJ സഹോദരിമാർ ഇന്നും ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ സ്വന്തമായി, ഈശോയെ മാത്രം ഹൃദയത്തിൽ ധ്യാനിച്ച് അവനെ മാത്രം സ്നേഹിച്ച് അവനു വേണ്ടി മാത്രം ജീവിതം പണയം വെച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിലേ മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞിലേ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു സിസ്റ്ററായി ജീവിക്കണമെന്ന് വളരെയേറെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 5ാം ക്ലാസ് മുതൽ ഈ ധർമ്മഗിരിയിൽ വന്ന് ഞാൻ ക്യാമ്പ് കൂടുമായിരുന്നു. അങ്ങനെ ധർമ്മഗിരിയെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ ഈശോയെക്കുറിച്ച് അറിയാനും രോഗി ശുശ്രൂഷയിലൂടെ ഈശോയെ മഹത്വപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിയാണ് 2015 ഞാൻ മഠത്തിൽ ചേർന്നു. ഇന്ന് വളരെയേറെ പരിശീലന കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഞാൻ ഇന്ന് ഒരു സിസ്റ്ററായി നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. യൗസേപിതാവിൻ്റെ വലിയ സംരക്ഷണം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓരോ നിമിഷങ്ങളിലും യൗസേപിതാവ് എനിക്ക് നൽകുന്ന സംരക്ഷണം ഓരോ നിമിഷം എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. റീലുകളും മീമുകളും വചനവഴിയാക്കി മാറ്റിടാം നിൻ വഴികൾ വൻ കൃപകൾ എൻ്റെ ഉടയാടയാക്കണേ. നമ്മുടെ രൂപതയിലെ ഈ ഒരു കുട്ടികളെ ശാക്തീകരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും നൽകിയ ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവിനെയും ഒപ്പം തന്നെ രൂപത കേന്ദ്രത്തിലെ അധികാരികളെയും ഒക്കെ ഈ സമയം ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. രൂപത മുഴുവൻ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരുടെയും ഒരു അകമഴിഞ്ഞ പിന്തുണ ഇതിന് ഉണ്ടായിരുന്നു. ഇതിലൊക്കെ തീർച്ചയായിട്ടും മിശ്രീ കോതമംഗലം രൂപത നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ തുടർന്നും ഈ ഒരു 3 ദിവസത്തെ ഓർക്കാമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു.